തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏണിക്കര ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് കല്ലയം പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്ററിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. അതായത് ഏണിക്കരയിൽ നിന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾ മണ്ണന്തല സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പള്ളിമുക്ക് വന്നതിന് ശേഷം കല്ലയം റൂട്ടിലേക്ക് വരാം. അതിനുശേഷം കല്ലയത്ത് നിന്ന് ഏണിക്കര റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുല്ലശ്ശേരിയിലേക്ക് പോകുന്ന റോഡിങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് കാണാൻ സാധിക്കും. ടോട്ടലായിട്ട് 4 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഈ മണ്ണന്തല നാലാഞ്ചിറ ലൊക്കേഷനിലൊക്കെ ആൾക്കാർ പ്രോപ്പർട്ടി വാങ്ങുന്നതിനും അല്ലെങ്കിൽ ദൂരെ നിന്നുള്ളവർ വന്ന് താമസിക്കുന്നതിനും മേജർ കാരണം അവിടെയുള്ള നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം സ്കൂൾസും ആ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒത്തിരിയധികം പേര് ഈ ലൊക്കേഷനിലേക്ക് വരുന്നത്. പക്ഷേ അവിടെയൊക്കെ വില വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം 1 CR മേളിലോട്ടുള്ള പ്രൈസാണ് പോകല്. ഇത് വന്നിട്ട് നമുക്ക് അത്യാവശ്യം കമ്പാരിറ്റീവ്ലി നല്ലൊരു വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പേരൂക്കട നെടുമങ്ങാട് റോഡിലേക്ക് ഏണിക്കര ജംഗ്ഷനിലേക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ MC റോഡിലേക്കും ആക്സസ് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്കിതാ ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. വലിയൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഒരു മുറ്റവും കിട്ടുന്നുണ്ട്. ടോട്ടലായിട്ട് ഈ പ്രോപ്പർട്ടി വരുന്നത് 4 സെൻറ്റാണ്. നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിയൊരു കോമൺ സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ തന്നെ നമുക്കിതാ ഈ കാണുന്ന പോലെ സ്റ്റോറേജ് സ്പേസ്, ഇവിടെ ആയിട്ട് നമ്മുടെ TV യൂണിറ്റ് വെക്കാം. ഇവിടെ വാഷ് ഏരിയ വന്നിട്ട് ഇതുപോലെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് 2-3 പാർട്ടിഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഈ ഒരു വാഷ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പാർട്ടിഷൻ, അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അലങ്കാര വസ്തുക്കൾ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻവശത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ സാധാരണഗതിയിൽ നമുക്കിങ്ങനെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ വരുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് നമുക്ക് പുറത്തു നിന്ന് വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇത് ഈ ഒരു പാർട്ടിഷൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇതിനകത്തേക്ക് ഒതുങ്ങിയിരിക്കും. അത് പോയിട്ട് ഇവിടെ ഒരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 തട്ടായിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈസിലി ഫുഡ് നമുക്ക് അങ്ങോട്ടേക്ക് സെർവ് ചെയ്യാനും സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള മോഡുലാർ കിച്ചൻ്റെ വർക്ക് ഇവിടെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫേബറിൻ്റെ ചിമ്മിനിയും ഹോബും ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിൻവശത്തേക്കുള്ള സ്പേസിൽ നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഒരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 വശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഡോസും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിൽ ഈ കാണുന്ന പോലെ ഒരു 3 പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. മേളിലേക്കായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ വീടിൻ്റെ തടിപ്പണികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ള ആഞ്ഞിലിയിലും മഹാഗണിയിലുമാണ് കേട്ടോ. നമുക്കിതാ ഈ റെയിലിംഗ് നോക്കി, ഇത് വന്നിട്ട് മഹാഗണിയിൽ, അതായത് തടിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. തടിയിൽ ചെയ്തിട്ടുള്ള വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലക്ഷറി ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് കേട്ടോ. ഭയങ്കര ഗ്രാൻഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നോക്കി, ഇതിൽ ഗ്ലാസും തടിയിലുമാണ് ഈ റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് വലിയൊരു TV വെക്കാനുള്ള സജ്ജീകരണം എല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പം മിക്കവാറും എല്ലാവരും നമുക്ക് ഈ ഒരു ഫാമിലി സ്പേസ് അല്ലെങ്കിൽ TV യൂണിറ്റൊക്കെ വെക്കാനുള്ള സ്പേസ് മേളിലേക്ക് പ്രിഫർ ചെയ്യാറുണ്ട് കേട്ടോ. അതാകുമ്പോഴത്തേക്കും വേറെ ആരും വന്ന് നമ്മൾ ശല്യമല്ല, ഗസ്റ്റ് എങ്ങാനും വരുമ്പോഴത്തേക്കും നമുക്ക് എണീറ്റ് മാറേണ്ടി വരത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നീറ്റായിട്ട് വലിയൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ തന്നെ സോഫാസൊക്കെ അറേഞ്ച് ചെയ്ത് നീറ്റായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കോമൺ സ്പേസ് ഉണ്ട്. നമുക്ക് ഈ മേളിലത്തെ നിലയിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിംഗ്സ്, സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ താഴത്തെ ബെഡ്റൂമിന്റെ അതേ ഒരു ലേഔട്ടിൽ അതിന്റെ നേരെ മേളിലായിട്ട് വരുന്ന അടുത്തൊരു റൂമാണ്. ഇതിലായാലും ഈ കാണുന്ന പോലെ വലിയൊരു കബോർഡ് വർക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിതുപോലെ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇതൊരു ഓപ്പൺ ടെറസ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഫുള്ളായിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫും ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ മഴ നനയാണ്ട് സേഫായിട്ട് വെക്കാം. തുണിയൊക്കെ ഇവിടെ തന്നെ ഉണങ്ങാനിടാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്കും എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് ചുറ്റുവട്ടം ഫുള്ള് വീടുകളാണ്, അതായത് വീടില്ലാത്ത ലൊക്കേഷനല്ല. ഇപ്പോൾ പല ആൾക്കാരും നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടം കാണിക്കണമെന്ന് പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീടുകളുള്ള ഒരു ലൊക്കേഷനാണ്. അത് ഈ ബാൽക്കണി ഒന്ന് നോക്കുമ്പോഴത്തേക്കും കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യം വലിയൊരു ബാൽക്കണി സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഈ രീതിയിലാണ് നിങ്ങളുടെ നൈബേഴ്സ് വരുന്നത്.
അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. ആ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൈസാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഈ നെഗോസിയേഷനെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വില കുറച്ചൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ MC റോഡ് കയറണമെന്നുണ്ടെങ്കിൽ കല്ലയം വഴി നമുക്ക് MC റോഡ് കയറാം. ഇനി അതല്ല പള്ളിമുക്ക് പോയിട്ട് നമുക്ക് സെൻറ് തോമസ് സ്കൂളിലേക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇനി അതല്ല ചെമ്പക സ്കൂളൊക്കെ ഇവിടെ കല്ലയത്തിന് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ആക്സസിബിലിറ്റി വരുന്ന നല്ലൊരു ലൊക്കേഷൻ. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഉദ്ദേശിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്.